വീണതും കലിയോടെ ചാടി എണീറ്റ കുട്ടൂസൻ ആകാശത്തേക്ക് നോക്കി നീട്ടിയൊരു വിസിലടിച്ചു. കാറ്റിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഒരു കുന്തം. പറന്നു വന്ന് മരത്തിൽ വന്നു തറച്ചിരുന്നു. മരത്തിൽ നിന്നും അത് വലിച്ചൂരി അതിൻ്റെ പുറകിൽ കെട്ടിവെച്ച സഞ്ചി അഴിച്ചു. അതിലിരുന്ന ഒരു വടി. അതെടുത്ത് തലയ്ക്കു ചുറ്റും 3 വട്ടം ഒഴിഞ്ഞ് മന്ത്രം ചൊല്ലി നീലിയുടെ നേരെ നടന്നു. പിതാവേ, മരത്തിൻ്റെ പിന്നിൽ നിന്നും തൻ്റെ കൊന്ത നെഞ്ചോട് ചേർത്ത് വെച്ച് പൗലോസ് പ്രാർത്ഥിച്ചു. കലി പൂണ്ട നീലി അവളുടെ കൂർത്ത പല്ലുകളും നഖങ്ങളും നീട്ടി അലറിക്കൊണ്ട് കുട്ടൂസൻ്റെ നേർക്ക് ഓടി വരുമ്പോൾ അവൾക്കൊരു വലിയ ചെന്നായുടെ രൂപമായിരുന്നു. അവൾ ഒറ്റച്ചാട്ടം പുറകിൽ നിന്നും വടിയെടുത്ത് അവളുടെ നേരെ വീശി കുട്ടൂസനൊരു മന്ത്രം ചൊല്ലി. പൊടുന്നനെ അവൾ അപ്രത്യക്ഷം. തിന്മയിൽ നിന്നും രക്ഷിക്കാൻ മാത്രമേ ആ വടികൊണ്ട് സാധിക്കൂ. അവൾ മറ്റെവിടെയോ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാകും. തിരിച്ചു പോകും വഴി യാത്രാമധ്യേ പൗലോസ് കുട്ടൂസനോട് ചോദിച്ചു, ആ കുന്തം അതെങ്ങനെ ഇത്രയും ദൂരെ നിന്നും ഇത്ര പെട്ടെന്ന് ഇവിടെ വന്നു? അതെൻ്റെ അല്ല, എനിക്കൊരു സഹായത്തിന് അവൻ ഇവിടെ വെച്ചിട്ട് പോയതാണ്. ആര്? എവിടെ പോയി? പൗലോസ് നടപ്പ് നിർത്തി കുട്ടൂസനോട് ചോദിച്ചു. എവിടെ പോയെന്നറിയില്ല, നടന്നുകൊണ്ട് കുട്ടൂസൻ പറഞ്ഞു. അത് അവൻ്റെയാ, ലുട്ടാപ്പിയുടെ.